എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഒരു കവിതയാണ്. കവിതയുടെ പേര് പില്ല. കവിയുടെ പേര് സഫ്ദർ ഹാഷ്മി. കവിതയുടെ പേര് പില്ല, കവിയുടെ പേര് സഫ്ദർ ഹാഷ്മി. അപ്പം നമുക്ക് നേരെ കവിതയിലോട്ട് പോകാം. नीदू कादा पिल्ला एक, बदन पे उसके रुए अनेक, छोटी टांगे लंबी पूंछ, पूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നീതു കാദാ പില്ലായേക്ക്, നീതു കാദാ പില്ലായേക്ക്, നീതുവിന്, നീതു കാദാ പില്ലായേക്ക്. പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പില്ല, പട്ടിക്കുട്ടി. നീതു കാദാ പില്ലായേക്ക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. നീതു കാദാ പില്ലായേക്ക്, പില്ല പട്ടിക്കുട്ടി. ഏക് ഒന്ന്, ബദൻ പേ ഉസ്കേ രുയേ അനേക്. ബദൻ, ബദൻ എന്ന് പറഞ്ഞാൽ മുഖം. ബദൻ പേ, ബദൻ പേ എന്ന് വെച്ചാൽ മുഖത്തിൽ. ബദൻ പേ ഉസ്കെ, ഉസ്കെ അതിന്, ഉസ്കെ അതിന്, പില്ലേക്ക്. രുയേ അനേക്, രുയേ എന്ന് പറഞ്ഞാൽ രോമങ്ങൾ. രുയേ അനേക്, അനേക് അനേകം. അപ്പം അതിൻ്റെ മുഖത്ത് അനേകം രോമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്. ചോട്ടി ടാങ്കെ, ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറുത്, ടാങ്കെ കാലുകൾ. ലംബി പൂഞ്ച്, ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള, ലംബി നീളമുള്ള. പൂഞ്ച്, പൂഞ്ച് വാല്. അപ്പം ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ചെറിയ കാലുകളും നീളമുള്ള വാലും അതിനുണ്ട്. അപ്പം നീതുവിൻ്റെ പട്ടിക്കുട്ടിയുടെ വിശേഷതകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കിയാലോ. നീതു കാദാ പില്ലായേക്ക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കേ രുയേ അനേക്, അതിൻ്റെ മുഖത്ത് ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. രുയേ അനേക്. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, ചോട്ടി ടാങ്കെ ചെറിയ കാലുകളും, ലംബി പൂഞ്ച് നീളമുള്ള വാലും ഉണ്ടായിരുന്നു. പൂഞ്ച് എന്ന് പറഞ്ഞ വാല്. പൂരി ദാടി കാലി മൂഞ്ച്, മക്കി സേ വഹ് ലടുത്താ താ, ഗഡേ ഗഡേ ഗിർ പടുത്താ താ. പൂരി ദാടി, പൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള, ബ്രൗൺ നിറത്തിലുള്ള. ദാടി, ദാടി താടി. കാലി മൂഞ്ച്, കാലി എന്ന് പറഞ്ഞാൽ കറുത്ത, കാലി കറുത്ത. മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശ. അപ്പം അതിന് കറുത്ത മീശയുണ്ട്. പിന്നെ എന്താണ്? പൂരി ദാടി, ബ്രൗൺ നിറത്തിലുള്ള, അതായത് തവിട്ട് നിറത്തിലുള്ള താടിയും കാലി മൂഞ്ച് കറുത്ത മീശയൊക്കെ ഉണ്ട് ആ പട്ടിക്കുട്ടിക്ക്. മക്കി സേ വഹ് ലടുത്താ താ, മക്കി ഈച്ച, മക്കി സേ വഹ് ലടുത്താ താ. അപ്പം മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയോടൊപ്പം അതെന്ത് ചെയ്യും? വഹ്, വഹ് എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ആ പട്ടിക്കുട്ടി ലടുത്താ താ, ലഡിന എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്ക് കൂടുക, യുദ്ധം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ലടുത്താ താ, ലഡിന പൊരുതുക, അടി ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പം മക്കി സേ വഹ് ലടുത്താ താ, ഈച്ചയോടൊപ്പം അതെന്ത് ചെയ്യും? അടി കൂടും, അല്ലെങ്കിൽ ഈച്ചയോടൊപ്പം അത് പൊരുതും, ഇല്ലെങ്കിൽ ഈച്ചയോടൊപ്പം അത് യുദ്ധം ചെയ്യും എന്നൊക്കെ പറയണം. ഗഡേ ഗഡേ ഗിർ പടുത്താ താ, ഗഡേ, ഗഡേ എന്ന് വെച്ചാൽ എണീറ്റ് നിൽക്കുക. ഗഡേ ഗഡേ ഗിർ പടുത്താ താ, എണീറ്റ് നിൽക്കും. പിന്നെ അതെന്ത് ചെയ്യും? ഗിർ പടുത്താ താ, ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക. അപ്പം എണീറ്റ് നിൽക്കും, വീഴും, എണീറ്റ് നിൽക്കും, വീഴും. അതാണ് നമ്മുടെ പിള്ളയുടെ പ്രത്യേകത. ആരുടെ പിള്ളയുടെ പ്രത്യേകത? നീതുവിൻ്റെ. ഒന്നും കൂടി നോക്കാം. നീതു കാദാ പില്ലായേക്ക്, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ട്. ബദൻ പേ ഉസ്കേ രുയേ അനേക്, അതിൻ്റെ മുഖത്ത് ധാരാളം രോമങ്ങളുണ്ട്. ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്, ചെറിയ കാലുകളും നീളമുള്ള വാലുമുണ്ട്. പൂരി ദാടി കാലി മൂഞ്ച്, ബ്രൗൺ നിറത്തിലുള്ള താടിയും, പിന്നെ തന്നെ കാലി മൂഞ്ച് കറുത്ത മീശയും അതിനുണ്ട്. മക്കി സേ വഹ് ലടുത്താ താ, അപ്പം ഈച്ചയോടൊപ്പം അതെന്ത് ചെയ്യും? അടികൂടും, ഈച്ചയായിട്ട് യുദ്ധം ചെയ്യും. ഗഡേ ഗഡേ ഗിർ പടുത്താ താ, എണീറ്റ് നിൽക്കും, വന്ന് വീഴും, എണീറ്റ് നിൽക്കും, താഴെ വീഴും. അതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പില്ല എന്ന് പറഞ്ഞ കവിത മനസ്സിലായി കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ അനേകം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട്. ഇനിയും ധാരാളം വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ചാനൽ വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന്
നമ്മൾ പഠിച്ച കവിതയുടെ ആശയം മനസ്സിലായി കാണും. അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനൽ വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പില്ല സഫ്ദർ ഹാഷ്മിയുടെ കവിതയായിരുന്നു. ആ കവിത എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.